Good morning, students. Hope you're all good. ഇന്ന് നമ്മൾ പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളുടെ ടോപ്പിക് ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ബിസിനസ് ഓർഗനൈസേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 4 ബേസിസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഓർഗനൈസേഷനും നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോൺ ബിസിനസ് ഓർഗനൈസേഷനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഓൺ ദി ബേസ് ഓഫ് മോട്ടീവ്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് സർവീസ് ടു മെമ്പേഴ്സ് ഓർ പബ്ലിക് അറ്റ് ലാർജ്. അടുത്ത സ്റ്റേറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഓൺ ചെയ്യുന്നവരെ നമ്മൾ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ നടത്തുന്ന ആളുകളെ നമ്മൾ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുക. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പം നമ്മൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്യുക. സർപ്ലസ് പ്രോഫിറ്റിനോട് തുല്യമാണ്. ദാറ്റ് ഈസ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചേഴ്സിനെക്കാട്ടിലും ഇൻകം കൂടി കഴിയുമ്പോൾ നമ്മൾ സർപ്ലസ് ഉണ്ടെന്ന് പറയുന്നു. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസിനോട് തുല്യം. ഡെഫിസിറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് കൂടി ഇൻകം കുറയുമ്പോഴാണ് ഉണ്ടാവുന്നത്. കമ്മി എന്നാണ് അതിന് പറയാം. ഇനി ഫൈനൽ അക്കൗണ്ട്സ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമതായിട്ട് അവർ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമതായിട്ട് അവർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കമ്പാരിസണിലൂടെ മനസ്സിലാക്കാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സർവീസ് ഫോക്കസ്ഡ് ആണ്, മെമ്പേഴ്സാണ് അത് നടത്തുന്നത്. സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ആണ് അവരുടെ റിസൾട്ടായിട്ട് അവർക്ക് കിട്ടുന്നത്. അവരുണ്ടാക്കുന്ന അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഉണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഉണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ട്. ഇനി അതിൻ്റെ മീനിങ്ങിലേക്ക് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് സെറ്റ് അപ്പ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പബ്ലിക് അറ്റ് ലാർജ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവർ സ്ഥാപിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മെമ്പേഴ്സിനും പബ്ലിക്കിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അടുത്ത് പറയുന്നത് ദേ ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാനേജ്ഡ് ബൈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റീസ് രീതിയിലാണ്. അതായത് ഒന്നുകിൽ ചാരിറ്റബിൾ ഹോസ്പിറ്റൽസ് ആവാം, ചാരിറ്റബിൾ സ്കൂൾസ് ആവാം. അപ്പോൾ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് ആണെന്ന് പറഞ്ഞു. അപ്പം ചാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പം ഓർഗനൈസ് ചെയ്യുന്നതും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് രീതിയിലായിരിക്കും. ഇനി മാനേജ് ചെയ്യുന്നവരെ പറയുന്നതാണ് എക്സിക്യൂട്ടീവ് ഓർ മാനേജിങ് കമ്മിറ്റി. ഇവരെ എലക്ട് ചെയ്യുന്നത് ആരാണ്? ഇതിലുള്ള മെമ്പേഴ്സ്. അപ്പം ഈ മെമ്പേഴ്സിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മാനേജിങ് ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞത്. അത് എലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ഒരു മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതാണ് മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ മുന്നേ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ബിസിനസ് ഓർഗനൈസേഷൻ എക്സാമ്പിൾസിൽ വരുന്നതാണ് ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് കമ്പനീസ്, അഡ്വർടൈസിങ് ഏജൻസീസ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഫാൻസി ഷോപ്പ്. ഇതെല്ലാം അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറയുന്നത് ക്ലബ്സ്.
നമുക്കറിയാവുന്ന സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ചാരിറ്റബിൾ ഹോസ്പിറ്റൽസ് ആവാം, സ്കൂൾസ് ആവാം, സൊസൈറ്റീസ് ആവാം. അതുപോലെ തന്നെ പൊതുവെ സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ലൈബ്രറീസ് ഇതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ അതിന് പുറമെ ഓൾഡ് ഏജ് ഹോംസ്, ഓർഫനേജസ്, റിലീജിയസ് ഓർഗനൈസേഷൻസ് ലൈക്ക് ടെമ്പിൾസ്, ചർച്ചസ്, മോസ്ക്സ്, trade unions, welfare societies and societies for the promotion of arts and culture. ഇതെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾസിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ഒന്ന് സമ്മപ്പ് ചെയ്യാം. First one is not-for-profit organizations are formed for providing service to members and public. ഇപ്പോൾ ഏതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത്? അവരുടെ മെമ്പേഴ്സിനോ പബ്ലിക്കിനോ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അടുത്ത പോയിന്റ് പറയുന്നത് സർവീസസ് പ്രൊവൈഡഡ് ഐദർ ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ അറ്റ് നോമിനൽ കോസ്റ്റ്. ഈ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിതമായിട്ടുള്ള ചാർജ് ഈടാക്കിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ അറ്റ് നോമിനൽ കോസ്റ്റ് എന്ന് പറയാൻ കാരണം. അടുത്തത് പറയുന്നത് ദീസ് ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റീസ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ട്രസ്റ്റ്, സൊസൈറ്റീസ് ഒക്കെ ആയിട്ടായിരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. Fourth point, subscribers to such organizations are called members. അപ്പോൾ നമ്മൾ പറഞ്ഞു നടത്തുന്ന ആളുകളെ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അവർ എങ്ങനെയാണ് മെമ്പേഴ്സ് ആവുന്നത്? ആദ്യം അവർ മെമ്പർഷിപ്പ് ഫീസ് അടച്ചിട്ട് അതിൽ ആ ഒരു ഓർഗനൈസേഷനിൽ അവർ മെമ്പേഴ്സ് ആവണം. അപ്പം അതായത് ഇങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫീസൊക്കെ അടച്ച് അതിൽ മെമ്പർ ഒന്നെങ്കിൽ ആനുവലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ആനുവൽ മെമ്പർഷിപ്പ് ഫീ അടയ്ക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീ അടച്ചാലും അവർക്ക് ആ സ്ഥാപനത്തിൽ മെമ്പേഴ്സ് ആവും. അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാണ് നമ്മൾ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് this organization is managed by managing or executive committee elected by members. അപ്പം മെമ്പേഴ്സ് ഇലക്ട് ചെയ്ത ഒരു വിഭാഗം റെപ്രസെൻറ്റേറ്റീവ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ആ ഒരു സ്ഥാപനം മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അവരെയാണ് നമ്മൾ മാനേജിങ് ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെമ്പേഴ്സ് ആണ് അവർ. മെമ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർ സെലക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ മാനേജിങ്ങോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ആണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഏതെല്ലാം വഴിയിലൂടെയാണ് അവർക്ക് ഇൻകം കിട്ടുന്നത്? ഫസ്റ്റ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ വഴി. നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്പേഴ്സ് ആവണമെങ്കിൽ അവർ ആ ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പർഷിപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഫീസ് കിട്ടും, ആ സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് കിട്ടും. അപ്പോൾ അത് ഇൻകം ആയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ റിസീവ് ചെയ്യുന്ന ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. നെക്സ്റ്റ് ഡൊണേഷൻ. നമ്മൾ പറഞ്ഞത് ചാരിറ്റി അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ നിന്നും അവർക്ക് പല രീതിയിലുള്ള ഡൊണേഷൻസ് റിസീവ് ചെയ്യും. അതും ഇവരുടെ മെയിൻ ഇൻകം ആണ്. നെക്സ്റ്റ് ടേം ഇസ് ലെഗസീസ്. ലെഗസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ അവർക്ക് കുറേ സ്വത്തും പണമൊക്കെ ഉണ്ടാകുമ്പം അവർ മരിച്ചു കഴിയുമ്പം ചിലപ്പോൾ അവർക്ക് അവകാശികൾ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രസ്റ്റിലേക്ക് അത് എഴുതി കൊടുക്കും. ബിൽ പത്രത്തിൽ അത് എഴുതി തയ്യാറാക്കി അത് മരിച്ചു കഴിയുമ്പം അവരിലേക്ക് അത് കൈമാറണം എന്നുള്ള രീതിയിൽ അത് എഴുതും, ലീഗലായിട്ട് തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു എഴുതി വയ്ക്കുന്ന പ്രോപ്പർട്ടിയോ പണമോ ഒക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ലെഗസീസ്. നെക്സ്റ്റ് ഇസ് ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് എന്നൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിന് കിട്ടുന്ന പല സഹായങ്ങൾ, പണമായിട്ടും അല്ലാണ്ടൊക്കെ കിട്ടുന്ന സഹായങ്ങളാണ് ഗ്രാൻഡുകൾ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ ഒരു സ്ഥാപനത്തിന് ഇൻകം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻകം അവർക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും.
ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് സോഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇതിന് പുറത്തും കുറേ ഐറ്റംസ് വരുന്നുണ്ട്, നമ്മൾ ഫ്യൂച്ചർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള മെയിൻ സോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, തേർഡ് വൺ ഇസ് ലെഗസീസ്, fourth one is grant in aid, and fifth one is income from investments. The next feature is funds raised are credited to capital fund or general fund. നമ്മൾ പറഞ്ഞു ഇങ്ങനെ പല സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഫണ്ടുകൾ അവർ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഓർ ജനറൽ ഫണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യണം. എട്ടാമത്തെ പോയിന്റ് the surplus is not distributed among the members but it is added to capital fund. സർപ്ലസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻകം എക്സ്പെൻഡിച്ചറിനെക്കാളും കൂടുതലാവുമ്പോഴാണ് സർപ്ലസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സർപ്ലസ് എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ ഒരിക്കലും മെമ്പേഴ്സിന് നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ടിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സർപ്ലസ് കൂടുന്തോറും അവരുടെ ക്യാപിറ്റൽ ഫണ്ടും കൂടിക്കൊണ്ടിരിക്കും. നയൻത്ത് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇതിന് ഫീച്ചറായിട്ട് പറയാവുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റും. എക്സാമ്പിൾസും ഇതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് 10th പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്സ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, schools, colleges, universities, libraries, religious organizations, etc. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ് പാർട്ടാണ് കൂടുതൽ അറിയേണ്ടത്. കാര്യങ്ങൾ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അതിന് പുറമെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളത് മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ അക്കൗണ്ടിങ് പാർട്ടാണ്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നേരത്തെ പറഞ്ഞു. ഒന്ന് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. അത് ആക്ച്വലി ഒരു ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനോട് സിമിലറാണ്. അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് മാത്രമേ എഴുതുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സമ്മറി ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് സിമിലറാണ്. ബാലൻസ് ഷീറ്റ് മൂന്നാമത് ഉണ്ടാക്കുന്ന ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് അത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റലിന് പകരം നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്നുള്ള ടേമായി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി ഒന്നുകൂടി ഒരു ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്? ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് സിമിലർ ടു ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് റെസീറ്റ്സ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് പേയ്മെൻറ്റ്സ് in order to find out cash or bank balance of non-profit organizations. ഇപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ അക്കൗണ്ട് ആണ്, ക്യാഷ് ബുക്കിനോട് സിമിലർ ആണ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസീറ്റ്സ് ആണ് എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് ആണ് എഴുതുക. പിന്നെ അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടെത്താനാണ്? ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസീറ്റ്സ് ഓർ പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ട അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് വിത്ത് എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഇൻകംസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് തുല്യമാണ്, സിമിലർ ആണ്. അടുത്ത പറയുന്നത് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചേഴ്സും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന് റെക്കോർഡ് ചെയ്യാറുള്ളത് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ആണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇപ്പം നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇവിടെ ആ വേർഡ് ഒന്ന് റീപ്ലേസ് ചെയ്തു, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നുള്ള വാക്കാണ്. സർപ്ലസ് എന്ന് പറയുമ്പം പ്രോഫിറ്റിനോട് തുല്യമാണ്. അതായത് ഇൻകം കൂടി എക്സ്പെൻസ് കുറയുമ്പോൾ സർപ്ലസ് വരും. ഡെഫിസിറ്റ് ലോസിനോട് തുല്യമാണ്. എക്സ്പെൻസ് കൂടി ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി ഉണ്ടാവും. ഇനി മൂന്നാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ആക്ച്വലി ബാലൻസ് ഷീറ്റ്. Not-for-profit organization prepare balance sheet to find out the financial position of the organization.
Assets are shown on the right hand side and liabilities and capital fund on the left hand side. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റേറ്റസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അസറ്റ്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നു, ലയബിലിറ്റീസും ക്യാപിറ്റൽ ഫണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നു. ഇവിടെ ക്യാപിറ്റൽ അല്ല എഴുതേണ്ട, ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ടൊരു ഏരിയ ആണ് നമ്മൾ ഇപ്പം പറഞ്ഞ ആദ്യ രണ്ട് അക്കൗണ്ട്, ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ രണ്ട് അക്കൗണ്ടാണ് ഒന്ന് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും. ഇത് തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ എന്നാലേ ഉള്ളൂ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പം എന്താ നോക്കാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫസ്റ്റ് പറയുന്നത് ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ദ അതർ ഹാൻഡ് അത് ഇറ്റ് ഇസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ക്യാഷ് ബുക്കിനോട് സിമിലർ ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസിനോട് സിമിലർ ആണ്. രണ്ടാമത്തേത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. പിന്നെ മൂന്നാമത്തെ ഡിഫറൻസ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് റെസീറ്റ്സും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് ഉണ്ടാവുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് ആൻഡ് ലോസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസും ആണ് ഉണ്ടാവുക. ഫോർത്ത് ഡിഫറൻസ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബാങ്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആവാം. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഒന്നെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥ, ലോൺ എന്നുള്ള രീതിയിലായിരിക്കുമ്പോഴാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരിക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം പോലെ ഇരിക്കും ബാലൻസ്. ഇനി അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഇതേപോലെ തന്നെ ക്യാഷ് ബാലൻസ് ആവാം, ബാങ്ക് ബാലൻസ് ആവാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസും ആവാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ദർ ഇസ് നോ ഓപ്പണിംഗ് ബാലൻസ്. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നെങ്കിൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഉണ്ടാവും. സർപ്ലസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിനോട് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പം അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇൻകം കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറയണം. ഡെഫിസിറ്റ് ലോസിനോട് തുല്യമാണ്, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? എക്സ്പെൻഡിച്ചർ കൂടി ഇൻകം കുറയണം. ഫിഫ്ത്ത് പോയിന്റ്, ഓൾ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. ഇപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എല്ലാ റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എല്ലാ ക്യാപിറ്റൽ റെസീറ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും നമ്മൾ ഉൾപ്പെടുത്തണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഓൺലി റവന്യൂ ഐറ്റംസ്, അതായത് റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം റവന്യൂ എക്സ്പെൻസസും റവന്യൂ ഇൻകംസും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ക്യാപിറ്റൽ ഐറ്റംസ് കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അടുത്ത പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ആൻഡ് സക്സീഡിങ് ഇയർ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം. പ്രീവിയസ് ആയാലും പ്രസൻറ്റ് ഇയർ ആയാലും നെക്സ്റ്റ് ഇയറിൻ്റെ ഐറ്റംസ് നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓൺലി കറണ്ട് ഇയർ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ കൺസിഡേർഡ്, പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ഇയർ ഐറ്റംസ് ആർ ഇഗ്നോർഡ്. അപ്പോൾ പ്രസൻറ്റ് ഇയറിൻ്റെ മാത്രം കണക്കിലെടുത്താൽ മതി. പ്രീവിയസിൻ്റെയും നെക്സ്റ്റ് ഇയറിൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ഒഴിവാക്കാം. അടുത്ത പറയുന്ന റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. നമ്മൾ പറഞ്ഞൊരു ക്യാഷ് ട്രാൻസാക്ഷൻസേ റെക്കോർഡ് ചെയ്യുള്ളൂ, അപ്പോൾ ക്യാഷ് ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, റിസീവബിൾ ഇൻകംസ്, പേയബിൾ എക്സ്പെൻസസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകംസ് എക്സെട്ര ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓൺലി ക്യാഷ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. അക്രൂവൽ എന്ന് പറയുമ്പോൾ നോൺ ക്യാഷ് ബേസിസിലാണ്. നേരത്തെ പറഞ്ഞ ഐറ്റംസ് അവിടെ എക്സ്ക്ലൂഡ് ചെയ്തൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് റിസീവബിൾ ഇൻകംസ്, പേയബിൾ എക്സ്പെൻസസ്, നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ എക്സെട്ര ഷുഡ് ബി ഇൻക്ലൂഡഡ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, എല്ലാതരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർത്താൽ മതി. അവിടെ നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ അത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിലാണത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ അക്രൂവലിൽ ക്യാഷ് ട്രാൻസാക്ഷൻ പ്ലസ് ഈ റിസീവബിൾ, അതുപോലെ തന്നെ പേയബിൾ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ചെയ്യാം. നോൺ ക്യാഷ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യാം.
ഇനി നെക്സ്റ്റ് പറയുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്. ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊന്നെങ്കിൽ ക്യാഷ് ബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് സാധാരണ ഓപ്പറേറ്റിംഗ് റിസൾട്ടായിട്ട് കിട്ടുന്നത് ഒന്നെങ്കിൽ സർപ്ലസോ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻകം കൂടി എക്സ്പെൻസ് കുറയുമ്പോഴാണ് സർപ്ലസ് വരിക, എക്സ്പെൻസുകൾ കൂടിയിട്ട് ഇൻകംസ് കുറയുമ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സർപ്ലസ്, അതായത് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിനോട് തുല്യമാണെന്ന് പറഞ്ഞു, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ലോസിനോട് തുല്യമാണ്. അപ്പോൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഫണ്ടോ ജനറൽ ഫണ്ടിലേക്കാണ്. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ടിനാണ് കൊടുക്കാറുള്ളത്. ഇവിടെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ടോ ജനറൽ ഫണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ് പഠിച്ചു, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, അവർ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് കണ്ടു, പിന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യം, പിന്നെ പ്രധാനമായിട്ടും ആദ്യ 2 അക്കൗണ്ടുകൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസും കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.